പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിയിൽ നിന്ന് വാറ്റുചാരായം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. ഷഹബാസിന്റെ മരണശേഷവും കുട്ടികളിൽ ഒരു മാറ്റവുമില്ലെന്നും രക്ഷിതാക്കളുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും ഇക്ബാൽ പറഞ്ഞു. കർശന നിയമ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂൾ അധികൃതരുടെ ജാഗ്രത കൊണ്ടാണ് ലഹരി ഉപയോഗം പിടികൂടാനായതെന്നും അതിനാൽ സ്കൂളിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും PK ഫിറോസ് MLA പ്രതികരിച്ചു. എൻ്റെ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഒരു ബോധവൽക്കരണം അവരുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് അവരുടെ വീക്ഷണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല, എന്തും നടത്താം എന്നുള്ള ഒരു മനോഭാവമാണ് കുട്ടികളുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. രക്ഷിതാക്കളുടെ കാര്യം ഒരുപാട് വീഴ്ചകളുണ്ട്. അതായത് രക്ഷിതാക്കൾ പറഞ്ഞാൽ ഇപ്പോൾ അനുസരണം വളരെ കുറവാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. നിയമപരമായിട്ട് അവർക്ക് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുത്തിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കാണിക്കണം. എന്നാലേ മറ്റുള്ള കുട്ടികൾ കൂടി ഇതൊരു ബാധകമാകും. അതുകൊണ്ട് ഒരു പേടി സ്വപ്നമായിട്ട് അവർ പിന്നെ ഇതിലേക്ക് പോവാതിരിക്കും. ആ കുട്ടിയുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ നമുക്ക് ആ കുട്ടിയെ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ കുട്ടിയുടെ രണ്ടാനച്ഛനാണ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല ഈ കുട്ടിയെ തന്നെ പലതവണ ആളുകൾക്ക് ഈ കുട്ടിയെ ഉപയോഗിച്ച് വിൽപ്പന നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ല, അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രം 1-2 സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇത് പൊതുവിൽ കുട്ടികളുടെയൊക്കെ ഭാഗത്തുനിന്ന് പല സ്കൂളുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അത് ലഹരി മാഫിയ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് അവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് അതിന്റെ പേരിൽ ഒരു സ്കൂളിനെയോ സ്കൂളിന്റെ മേധാവികളെയോ ഒക്കെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇത് നമ്മളെ കണ്ണു തുറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ജാഗ്രത കാര്യത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. അല്ല, അവരുടെ തുടർ പഠനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോയി അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. അവരെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, നേരത്തെ തന്നെ ആ ജാഗ്രത കൃത്യമായിട്ട് ആ സ്കൂളിൽ രക്ഷിതാക്കളും അധ്യാപകരും ആ സമൂഹവുമെല്ലാം പുലർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നില്ല. നോക്കൂ, അന്ന് ഷഹബാസിന്റെ മരണശേഷവും ആ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതവണ ചർച്ച നടത്തുമ്പോഴും ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ സ്കൂളിന്റെ നടത്തിപ്പ് എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായതാണ്. ഇപ്പോഴും കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അതാണോ ഷഹബാസിന്റെ പിതാവ് പറയാൻ ശ്രമിച്ചത്? അതെ അരുൺകുമാർ, അദ്ദേഹം അത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഷഹബാസിന്റെ ഈ കൊലപാതകം ഉണ്ടാകുന്നത്. അതിൽ സമപ്രായക്കാരായ വിദ്യാർത്ഥികളായിരുന്നു കുറ്റാരോപിതർ. ആ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ നിന്നാണ് വീണ്ടും ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥിയിൽ നിന്ന് വാറ്റുചാരായം പിടികൂടുന്നു. ഈ വാറ്റുചാരായം കുട്ടികളിലേക്ക് എത്തിച്ചത് ഈ കുട്ടിയുടെ രണ്ടാനച്ഛനാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നു. മാത്രമല്ല, ഈ കുട്ടി നിരന്തരം സ്കൂളിലേക്ക് വാറ്റുചാരായം കൊണ്ടുവന്നിരുന്നു എന്നും അത് പല വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ ഒരു ടീച്ചർമാരിൽ ഒരാൾക്ക് സംശയം തോന്നി. ഈ വിദ്യാർത്ഥിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ വാറ്റുചാരായം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അതിൻ്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവങ്ങളുടെയൊക്കെ കഥ പുറം ലോകം അറിയുകയും ചെയ്യുന്നത്, പോലീസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, കേസായൊക്കെ മാറുകയും ചെയ്യുന്നത്. ഏതായാലും അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് ഷഹബാസിന്റെ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം അന്ന് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായി, ഒരു കൊലപാതകം വരെ ഉണ്ടായ സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. അതിനുശേഷം കൃത്യമായി തന്നെ കുട്ടികളിൽ ഒരു കൗൺസിലിംഗ് നടത്താനോ ബോധവൽക്കരണം നടത്താനോ ആ രീതിയിലുള്ള ഇടപെടൽ നടത്താനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. അത് ഏറെക്കുറെ നമുക്ക് അക്കാര്യം ഷഹബാസിന്റെ പിതാവിനോട് യോജിക്കേണ്ടി വരും. കാരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ച. കുട്ടികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധവൽക്കരണം അത് ഈ പ്രായത്തിൽ തന്നെ നടത്തേണ്ടത് അനിവാര്യമാണ്. അതേസമയം PK ഫിറോസ് MLA പറയുന്നത് പൂർണ്ണമായും സ്കൂളിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാദത്തിന് കാരണം ഈ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് ഇങ്ങനെ ഈ വാറ്റുചാരായം ഇവിടെ ഉണ്ട്, കുട്ടികളിൽ ചിലർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതും ഒരു പരിശോധന നടത്തി പിന്നീട് അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. അതിലൊരു ന്യായമായി പറയുന്നത് പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ബാഗുകളൊക്കെ പരിശോധിക്കാൻ അത് അധ്യാപകർക്ക് അതിനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെ ഒരു അനുവാദം അത് അധ്യാപകർക്ക് നൽകി കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദുരുപയോഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ബാഗുകളൊക്കെ അധ്യാപകർക്ക് പരിശോധിക്കാനുള്ള അനുമതി നൽകാത്തത്, അത്തരത്തിലുള്ള അനുവാദം നൽകാത്തത്. ഏതായാലും അതിൽ കവിഞ്ഞ് ഒരു ബോധവൽക്കരണമാണ് അരുൺകുമാർ വേണ്ടത്. അത് തന്നെയാണ് ഷഹബാസിന്റെ പിതാവും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.